ഓ ആക്ച്വലി നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒത്തിരി കാലമായില്ലേ, 2 മാസത്തോളമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ സമയമില്ലായിരുന്നു, ഓട്ടപ്പാച്ചിലായിരുന്നു. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആ ഒരു അറിയാലോ, അത് പുതിയൊരു രാജ്യത്തോട്ട് വരുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കുന്നതിലേക്ക് ആയിരുന്നു. നിങ്ങൾക്ക് എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് 2-3 പേര് ചോദിച്ചു ഇവിടുത്തെ സ്കൂളുകളെ പറ്റി ഒക്കെ ഇടാവോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ആ കാര്യമേ വിട്ടുപോയി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിവിടെ ഒരു ചെറിയ ചെറിയ ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എന്ന് കുറച്ച് ഇൻഫർമേഷൻസ് തരാനും, നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം, ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു കാര്യം, ഞങ്ങൾ പഴയ ആ വീട്ടിൽ നിന്ന് മാറി. വീട് കാണിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ബാക്ക് യാർഡ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ബാക്ക് യാർഡ്. ഞങ്ങളിത് പുതിയൊരു വീട്ടിലേക്ക് മാറിയതാണ്. അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ഒരു ഇതൊക്കെ തന്നെയാണ്. നല്ല മൊത്തം പച്ചപ്പും, ഇവിടെ വാഴയൊക്കെ ഉണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇവിടെ വാഴയുണ്ട്, വാഴ നിൽപ്പുണ്ട്. പിന്നെ എന്നാ ഇത് എനിക്ക് തോന്നുന്നത് നാരകമാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് എൻ്റെ ഇവിടെ തെങ്ങ് പോലത്തെ പാമ്പ് പോലത്തെ സംഭവമുണ്ട്. ഇവിടെ എല്ലാം അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിലെ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ ധാരാളം പാമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇനി കാണുമ്പോൾ അതിനുള്ള വീഡിയോ അയച്ചു തരാം ഒട്ടൊക്കെ. അപ്പോൾ മക്കളെ, ഇത് ഞാനിവിടെ വെളി വന്നു. നമുക്ക് കുറച്ച് നോക്കാം ഓർഡേഴ്സൊക്കെ നമുക്ക് കിട്ടുമോയെന്ന്, ഡോഡാഷിലാണേലും ഊബറിലാണേലും. അപ്പോൾ ഗൈസ്, നമുക്ക് നോക്കാം ഇപ്പോൾ തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇപ്പോൾ ഡാഷിൻ്റെ ആപ്പ് എടുത്തു. ഇതുണ്ട്, ഇപ്പം നല്ല ബിസിയാണെന്നാണ് കാണിക്കുന്നത്. ഇതുണ്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഈ ആദ്യത്തെ ഓർഡർ എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ സമയം ചോദിക്കുന്നുണ്ട്, നമുക്ക് എത്ര മണി വരെ നിൽക്കാം എന്നൊക്കെ. നമുക്കിപ്പോൾ ഒരു 7 മണി വരെ കൊടുക്കാൻ. ചുമ്മാ നമുക്കൊരു ജസ്റ്റ് 2 ഓർഡർ ചെയ്തിട്ട് ശരിയാക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തിരക്കായിട്ടുണ്ട്. അതുണ്ട് 1 to 2 minutes ആണ് എസ്റ്റിമേറ്റഡ് ടൈം കാണിക്കുന്നത്. നമുക്ക് നോക്കാം. പിന്നെ പറഞ്ഞ പോലെ പെട്രോൾ ഇല്ല, ഗ്യാസ് കുറവാണ്. ഇനി ഗ്യാസ് മേടിക്കണം. പിന്നെ നമ്മളതേണ്ട ഇവിടെ ഓർഡർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്ഥിര വരുമാനമായിട്ട് നോക്കരുത് ഒരിക്കലും. ഇത് ഡിപ്പെൻഡാണ്. തിരക്കുള്ളപ്പോൾ തിരക്കുണ്ട്, പക്ഷേ ഇല്ലാത്തപ്പോൾ തിരക്കും ഇല്ല. അപ്പം നിങ്ങളിതൊരു പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ചെയ്യുക എന്നൊക്കെ ഞാൻ പറയുള്ളൂ. അല്ലെ തന്നെ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി തന്നെ വേണം. മൈലേജ് ഉള്ള വണ്ടി ഇല്ലെങ്കിൽ ഇത് ഭയങ്കര നഷ്ടമാണ്. ഇതിൻ്റെ പുറകെ പോകുന്ന മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നഷ്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ട് ബിസിനസ്സായിട്ടാണ് ഇത് നോക്കുന്നത്. അതായത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു ABN എന്ന് പറയുന്ന ഒരു ബിസിനസ് നമ്പർ നമ്മൾ എടുക്കണം ഓസ്ട്രേലിയയിൽ. എന്നിട്ട് അത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇതിവിടെ ചെയ്യാൻ. അപ്പം നമുക്ക് ടാക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊരു എൻ്റർപ്രണർഷിപ്പ് ആയിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ തന്നെ ടാക്സ് നമ്മൾ പിന്നെ തിരിച്ചു കൊടുക്കണം, അത് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പം അതെല്ലാം ഉണ്ട്. ഗ്യാസ് മാത്രമല്ല, ടൈമും പോവും, ഗ്യാസും പോവും, പിന്നെ ആണെങ്കിൽ ഈ ടാക്സും പോവും. ടാക്സ് നമുക്ക് അന്നേരം കയറുമ്പോൾ ഇത് ഫുള്ള് പൈസ ആയിട്ടാണ് കയറുന്നത്. പക്ഷേ ഇത് നമ്മൾ ടാക്സ് റീഫണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ ആ പൈസയും കൂടെ കട്ടാവും, ആ ടാക്സ് കൊണ്ട് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് കുറച്ചേ ഉള്ളൂ. പിന്നെ അന്നുള്ള ഒരു ബിസിനസ്, അതായത് ഒരു എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിൻ്റെ അകത്ത് കിട്ടുകയുള്ളൂ. നമ്മൾ കുറച്ച് നേരമായി ഇതൊരു ഓർഡറൊന്നും കാണുന്നില്ല. നമ്മൾക്ക് ഈ ഹോട്ട്സ്പോട്ടുകളിലേക്ക് നമുക്ക് അടുത്തടുത്ത് പോകാം. അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് വലിയ ട്രാഫിക് ഒന്നും കാണില്ല റോഡിൽ. കുറച്ച് കാറുകളൊക്കെ കാണുകയുള്ളൂ. അതിനല്ല നമ്മുടെ ഈ സ്ഥലം അത്ര ട്രാഫിക് ഉള്ള സ്ഥലമല്ല, ശരിയൊരു റീജിയണൽ ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓർഡേഴ്സ് വല്ലതും കിട്ടുമോ. നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം. എന്തോ $10 ഓർഡർ കിട്ടിയിരിക്കുന്നത്. നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് കയറാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എത്തി, കടയുടെ ഫ്രണ്ടിലെത്തി, അതായത് ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിലെത്തി. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാതെ. ഇപ്പം ഞായറാഴ്ച ചെയ്യാണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇവിടെ നല്ല നിറച്ച് വണ്ടികളെല്ലാം കിടക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഓർഡർ പോയി കളക്ട് ചെയ്യാം. സാംബ്രാറോ എന്ന് പറയുന്നൊരു കടയാണ്. നമുക്ക് ഓർഡർ പോയി കളക്ട് ചെയ്യാം. എവിടെയാണ് കളക്ട് ചെയ്യാൻ? അപ്പം നമുക്ക് ഓർഡർ കളക്ട് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പോയി ഓർഡർ കളക്ട് ചെയ്യാൻ നോക്കാം. റെഡിയാണോ അല്ലേ നമുക്ക് ആദ്യം നോക്കാം.
അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ഓർഡർ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളിത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമുക്കിത് ഓർഡർ കിട്ടി. നമ്മളത് തിരിച്ച് വണ്ടിയുടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡെലിവറി ചെയ്യുന്നതിനെക്കുറിച്ച് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നമുക്ക് നോക്കാം ഡയറക്ഷൻ എത്ര. 4-5 കിലോമീറ്റർ അടുത്തുണ്ട്. 8 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാനിത് ഇവിടെ അഡ്രസ്സിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഡെലിവറി ചെയ്യുന്നത് നോക്കാം. അപ്പം ഇനി നമുക്ക് ഓർഡർ നിർത്താം. നിങ്ങളൊന്ന് ചുമ്മാ കാണിച്ചതാണത്. ഓക്കെ, അപ്പോൾ സോറി, അത് മാപ്പ് കിടന്ന് കാർക്കൊണ്ടിരുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഗ്യാസ് അടിക്കാൻ പോവാം. ഗ്യാസ് അടിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും ദൂരവും ഇത്രയും സമയവും എടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്രയും $10 ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നിപ്പോൾ തിരക്കാണ്, പക്ഷേ നമ്മളതിൻ്റെ പുറകെ പോകുന്നില്ല. നമുക്ക് വേറെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ ഇതേണ്ട ഞാൻ പമ്പിലെത്തി ഇത് കയറുന്നു. അപ്പം നമുക്ക് ഗ്യാസ് അടിക്കാം. നമ്മളിവിടെ അൺലീഡഡ് ആണ് അടിക്കുന്നത്. കൃത്യം 100 നമുക്ക് നിന്ന് കേട്ടോ. അപ്പോൾ ഗൈസ് ഗ്യാസ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിതാ വീട്ടിലേക്ക് പോന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനും അത്യാവശ്യം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്നും വിചാരിക്കുന്നു. അത്ര നല്ലതൊന്നും അല്ല വീഡിയോ, എന്നാലും നമുക്ക് ശരിയാകാൻ മുന്നിലൂടെ ചെല്ലും തോറും നമുക്ക് കാണാം. അപ്പം അതുവരെ പാക്കലാം. സൈനിങ് ഓഫ് കേട്ടോ. ഓക്കെ, ബൈ.